ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഭഗവത്ഗീതയുടെ ഉപദേശ സാരാമൃതം ശ്രവിച്ച് അർജുനൻ പരമ സന്തുഷ്ടനായി. തൻ്റെ ബന്ധുമിത്രാദികൾ യുദ്ധരംഗത്ത് തനിക്ക് അഭിമുഖമായി നിന്നപ്പോൾ അവരെ സംഹരിച്ച് എനിക്ക് ഈ ലോകത്തിൽ ഒരു നേട്ടവും വേണ്ട, ഞാൻ ഭിക്ഷാടനം കൊണ്ട് ജീവിച്ചു കൊള്ളാം എന്ന് അർജുനൻ പറഞ്ഞപ്പോൾ ഭഗവാൻ നൽകിയ ഉപദേശ സാരാമൃതമാണ്, അല്ലെങ്കിൽ സർവ വേദങ്ങളുടെയും സർവസ്വമാണ്, സർവ ഉപനിഷത്തുക്കളുടെയും രത്നച്ചുരുക്കമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ആ ഭഗവത്ഗീത എന്നാൽ 700 ശ്ലോകം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ട 700 തത്വങ്ങളെയാണ്. അവ ഗ്രഹിച്ച് അത് ആചരിച്ച് നമ്മുടെ ജീവിതം നാം ധന്യമാക്കി തീർക്കണം. ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിലെ ഒരു വസ്തുക്കളും സത്യമല്ലെന്നും ഇവയെല്ലാം തന്നെ സ്വപ്ന സമാനമാണ് എന്നും എപ്പോഴാണ് ബോധ്യം വരിക? ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ പറയുന്നു, മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവനു ത്വൽപ്രാണദേഹവും അനിത്യം കളത്ര സുഖം സ്വപ്നാദിയിൽ ചിലതു കണ്ടിട്ടുണർന്നവനോടൊക്കും ഹരിനാരായണായ നമ. സ്വപ്നത്തിൽ കണ്ട് ഉണർന്ന ഒരാൾക്ക് സ്വപ്നാവസ്ഥ എപ്രകാരം അനിത്യമായി തോന്നുമോ, അതായത് ഒരു തോന്നൽ മാത്രമാണ്, അത് സത്യമല്ല എന്ന് തോന്നുന്നുവോ, അതേപോലെ പരമമായ സത്യത്തിലേക്ക് നാം ഉണരുമ്പോൾ ഈ ഇന്ന് സത്യമായി തോന്നുന്ന ഈ ജാഗ്രത അവസ്ഥയിലെ എല്ലാം തന്നെ സ്വപ്ന സമാനമായി തോന്നും. എൻ്റെ ജീവനും ഈശ്വരനും ഒന്നാണ് എന്ന് ബോധിക്കുമ്പോഴാണ് ഈ അവസ്ഥ നമുക്ക് കൈവരുന്നത്. അതിനാൽ അർജുനൻ ഉപദേശങ്ങൾ ശ്രവിച്ച് സന്തുഷ്ടനായ ശേഷം പറയുകയാണ്. എന്താണ് അർജുനൻ പറഞ്ഞത്? നഷ്ടോ മോഹസ്മൃതിർലബ്ധ്വാ ത്വത്പ്രസാദാന്മയച്യുതാം സ്ഥിതോസ്മിതഗതസന്ദേഹ കരിഷ്യേ വചനം തവാം. വളരെ സന്തുഷ്ടനായി സമാപനത്തെ കുറിക്കുന്ന വാക്കാണിത്. എൻ്റെ അങ്ങയുടെ ഉപദേശ ശ്രവണം കൊണ്ട് നഷ്ടോ മോഹ, എൻ്റെ തെറ്റിദ്ധാരണകളെല്ലാം നശിച്ചു. എന്താണ് തെറ്റിദ്ധാരണ? സത്യമായതിനെ അസത്യമായും ശരിയായതിനെ തെറ്റായും നേരെ വിപരീതമായി നാം ധരിച്ചിരിക്കുന്നു. മോഹം എന്നാൽ ശരിയായതിനെ തിരിച്ചറിയാനിൽ ഉള്ള കഴിവില്ലായ്മയ്ക്കാണ് മോഹം എന്ന് പറയുന്നത്. ആ മോഹം നഷ്ടോ, മോഹം എനിക്ക് നഷ്ടമായി. സ്മൃതിർലബ്ധ്വാ, എൻ്റെ ശരിയായ ബോധം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ശരിയായ ബോധം ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഭ്രമങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. നാം ആരും തന്നെ ഈ ലോകത്തിലേക്ക് ദുഃഖിക്കാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്. ഇതെല്ലാം ആ ഈശ്വരൻ്റെ വൈഭവങ്ങളെ കണ്ട് ആസ്വദിച്ച് അല്പകാലം മാത്രം ഇവിടെ നിന്ന ശേഷം ഇവിടെ നിന്നും നാം യാത്രയാകേണ്ടവരാണ്. ഇവിടം നാം വിടണം. ഈ ഇന്ദ്രിയതലങ്ങളിൽ കൂടിയുള്ള അനുഭവങ്ങൾ ഈശ്വരൻ്റെ മഹിമയാണെന്ന് ബോധിച്ച് ആസ്വദിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഈ ആസ്വാദനത്തിന് തടസ്സമായിരിക്കുന്നത് നാം മുൻ ആർജിച്ച് വെച്ച കർമ്മങ്ങളാണ്. ആ കർമ്മവാസനകളാണ് നമ്മെ ഇവിടെ ബന്ധനത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്. അതുകൊണ്ട് നഷ്ടോ മോഹസ്മൃതിർ ലബ്ധ്വാം. അതിൻ്റെ വിവർത്തനം നോക്കുക. മോഹം പോയി നിൻ പ്രസാദത്താൽ നേടി ഞാൻ സ്മൃതിയച്യുതാം സംശയം തീർന്നു ഞാൻ നിൽപ്പൂ ചെയ്തിടാം തവ വാക്കുപോൽ. എൻ്റെ
തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങി. എൻ്റെ ബന്ധുക്കളോടുള്ള അതിയായ മമത നഷ്ടപ്പെട്ടു. എൻ്റെ മോഹമെല്ലാം തീർന്നു. എൻ്റെ തെറ്റിദ്ധാരണകൾ നീങ്ങി. എൻ്റെ സ്മൃതിർ ലബ്ധ്വ, ശരിക്കും ഓർമ്മിക്കേണ്ടത് എന്തോ, ഇപ്പം ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്തോ അതെനിക്ക് ലഭിച്ചു കഴിഞ്ഞു. അതെനിക്ക് വീണ്ടെടുക്കാൻ എൻ്റെ മോഹം പോയതോടുകൂടി ഞാൻ ചെയ്യേണ്ടതെന്ത്, എൻ്റെ കർത്തവ്യം എന്താണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. സംശയം തീർന്നു ഞാൻ നിൽപ്പൂ, എൻ്റെ സംശയങ്ങൾ എല്ലാം തീർന്നു കഴിഞ്ഞു. അങ്ങ് എന്താണോ പറയുന്നത് അത് ഞാൻ അനുഷ്ഠിച്ചു കൊള്ളാം. ചെയ്തിടാം തവ വാക്കുപോൽ, അങ്ങ് എന്താജ്ഞാപിക്കുന്നുവോ അല്ലെങ്കിൽ അങ്ങ് എന്തു പറയുന്നുവോ അത് ഞാൻ ചെയ്യാം. അത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. ഈശ്വരൻ്റെ ഇച്ഛ എന്തോ അത് അനുഷ്ഠിക്കാനാണ് നാം വന്നിരിക്കുന്നത്. ഈ അർജുനൻ എന്ന് പറയുന്നത് നാം ഓരോരുത്തരും, ഇതിലെ ജീവനും ആ പരമാത്മാവായിരിക്കുന്ന കൃഷ്ണൻ തന്നെ നമ്മുടെ അന്തര്യാമിയായിരിക്കുന്ന ശക്തിയായിട്ടും നാം കാണണം. ആ ശക്തിയാണ് ഇതിൻ്റെ ഉള്ളിലൂടെ എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നത് എന്ന വെളിവാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് ഇതുവരെ ഞാൻ എല്ലാം അറിയാമെന്നും എൻ്റെ കർത്തവ്യം മറ്റൊന്നാണ് എന്നുമാണ് ഇതുവരെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ആ തെറ്റിദ്ധാരണ എനിക്ക് നീങ്ങി. എൻ്റെ സംശയമെല്ലാം തീർന്നു. ഇനി ഞാൻ അങ്ങ് എന്താണോ പറയുന്നത് അങ്ങയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി മാത്രം കാതോർത്തിരിക്കുകയാണ്. അത് ഞാൻ ഉത്സാഹത്തോടു കൂടി ചെയ്യാം. എൻ്റെ സ്വധർമ്മം എന്താണ് എന്ന് എനിക്ക് ബോധ്യം വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നങ്ങ് ആജ്ഞാപിക്കുക മാത്രമേ വേണ്ടൂ എന്ന ആ പരുവത്തിലേക്ക്, ഇതാണ് ഈ ഒരവസ്ഥയാണ് നമുക്കൊക്കെ വേണ്ടത്. ആ അനുഭവസ്ഥനായ ആചാര്യൻ അല്ലെങ്കിൽ ആ സർവേശ്വരൻ്റെ ഇച്ഛ നമ്മുടെ ഈ ശരീരത്തിൽ ഉണ്ടായിരിക്കെ അത് നിർവഹിക്കുക എന്നതാണ് ഒരു ജീവൻ്റെ കടമ. ഈ ജീവൻ തന്നെയാണ് ഈശ്വരൻ എന്ന പരമസത്യം നമുക്ക് ബോധിക്കുമ്പോൾ അതാണ്, അതിൻ്റെ ആജ്ഞയാണ്, അതിൻ്റെ നിർദ്ദേശമാണ് എല്ലാം നടക്കുന്നത്, എല്ലാം ചെയ്യുന്നത്. ആ ബോധം നമുക്കുണ്ടായാൽ പിന്നെ നമുക്ക് പുണ്യപാപങ്ങൾക്ക് അതീതമായിരിക്കുന്ന മോക്ഷാവസ്ഥയ്ക്ക് നാം ഓരോരുത്തരും അർഹരായിത്തീരും. അതിനാൽ മോഹം പോയി നിൻ പ്രസാദത്താൽ, അങ്ങയുടെ പ്രസാദം കൊണ്ട് മാത്രമാണ് എൻ്റെ ആ തെറ്റിദ്ധാരണകളെല്ലാം ഇല്ലാതെയായത്. മോഹം പോയി നിൻ പ്രസാദത്താൽ നേടി ഞാൻ സ്മൃതിയച്യുതാം, സംശയം തീർന്നു ഞാൻ നിൽപ്പൂ ചെയ്തിടാം തവ വാക്കുപോൽ. ഇത് വളരെ ലളിതമായി വിവരിച്ചു. ഇതിനൊരു വിവരണത്തിൻ്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് ഇത് നാം ഹൃദിസ്ഥമാക്കി ഇതിനെ മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവവേദ്യം ആക്കി തീർക്കേണ്ടതാണ്.